കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3, 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സാധാരണ സ്വാഭാവികമായിട്ടൊക്കെ കുരിശെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു നിഷേധാത്മകമായ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ഒരു സഹനത്തിൻ്റെ, അല്ലെ, ഭയങ്കര കുരിശാണ് വെച്ചാൽ ഭയങ്കര, നമ്മളങ്ങനെയൊക്കെ പലപ്പോഴും പറയുന്നത്. അങ്ങനെ ആയിരുന്നു ഒരിക്കൽ. കുരിശിനെ അങ്ങനെ കണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവഹേളന പാത്രമായിരുന്ന കുരിശിനെയാണ് യേശു വിജയത്തിൻ്റെ പാത്രമാക്കി മാറ്റിയത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കുരിശ് നമ്മുടെ രക്ഷയുടെ അച്ചാരമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് കുരിശ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് കുരിശ് നമുക്ക് ശക്തിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ വിടുതൽ പ്രാർത്ഥനയൊക്കെ കൂടുതലും പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ കുരിശ് വരച്ചുകൊണ്ടാണ് നമ്മുടെ ഒരുമാതിരി എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത്. സഭയുടെ ഔദ്യോഗികമായ പല പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് കുരിശ് വരച്ചുകൊണ്ടാണ്. അവസാനിക്കുന്നതും, അല്ലേ, ലത്തീനത്തിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് കുരിശ് വരച്ചുകൊണ്ടാണ്. അവസാനിക്കുന്നതും കുരിശിൻ്റെ നാമത്തിൽ ആശീർവദിച്ചുകൊണ്ടാണ്. ഞാനിപ്പോഴും ഓർക്കായിരുന്നു, ബഹുമാനപ്പെട്ട കുടിപ്പിലച്ചനുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം എടുത്തുകൊണ്ടെന്ന് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആദ്യം അത് ഇങ്ങനെ കൈകൊണ്ടൊരു കുരിശ് അതിൻ്റെ മീതെ കൊണ്ട് വരയ്ക്കും, ആശീർവദിക്കും, എന്നിട്ടേ കഴിക്കുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛന് ഒരു കുറേ മരുന്നുണ്ട്. മരുന്നെടുത്ത് കൈ കൊടുത്ത് കഴിയുമ്പോഴേക്കും അച്ഛൻ ആദ്യം 2-3 ഗുളികയൊക്കെ ഉണ്ടാവും. അതെടുത്ത് വെച്ചിട്ട് അച്ഛൻ കൈ കൊണ്ട് ഗുളികയൊക്കെ ആശീർവദിച്ചിട്ടാണ് അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്നത്. കുരിശ് വചനം പറയുന്ന പോലെ രക്ഷയിലൂടെ ചരിക്കും നമുക്ക് കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമുക്ക് ശക്തിയാണ് കുരിശ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നൊരു കാര്യമാണ്, നിനക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, സഹനമുണ്ടാകുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ കുരിശിലേക്ക് ഓടണം, കുരിശിനെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. കുരിശിനെ ധ്യാനിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ രക്ഷ സാധ്യമായത്, എനിക്ക് അസാധ്യമായതൊന്ന് സാധ്യമാക്കി തന്നത് കുരിശിലാണ്. ഇപ്പോൾ ഞാൻ ഈ കടന്നു പോകുന്ന ഈ സഹനം, ഞാൻ കടന്നു പോകുന്ന വേദന, ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തെ അത്ര കണ്ട് തകർക്കുന്ന ഈ വേദനയുടെ ഭാരത്തിൻ്റെ നടുവിൽ എനിക്ക് തന്നെ സ്വയം പുറത്ത് കിടക്കാൻ അസാധ്യമായി നിൽക്കുന്ന ഈ അനുഭവത്തിൽ എനിക്ക് രക്ഷ സാധ്യമാക്കി തരാൻ കുരിശിന് പറ്റും. ഒട്ടും ചെയ്യണം, നീ കുരിശിനെ നോക്കി ധ്യാനിക്കണമെന്ന് പറയുന്നത്. തീരാ ദുഃഖത്തിൻ്റെയും വേദനയുടെയും നടുവിലൊക്കെ നീ കുരിശിനെ നോക്കണമെന്ന് പറയുന്നത്. അതോടൊപ്പം നിനക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നീ നിൻ്റെ മുറിയിൽ ഒരു കുരിശുരൂപം ഉണ്ടെങ്കിൽ ആ കുരിശുരൂപത്തിൻ്റെ മുമ്പിലേക്ക് നീ നിൻ്റെ ജീവിതത്തെ എടുത്തു വെച്ചിട്ട് കുരിശിനെ നോക്കി ധ്യാനിക്കണമെന്ന് പറഞ്ഞ അവിടെ എന്താ? നിന്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് യേശു കുരിശിലേറ്റെടുത്തത്.
നീ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, നീ ചെയ്ത പാപത്തിന് നീ ശിക്ഷ ഏറ്റെടുക്കാൻ വേണ്ടി നിന്നെ പ്രതി ശിക്ഷിക്കപ്പെട്ടവനായി കുരിശിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി മരിച്ചവനായി ഇതാ കുരിശിൽ തൂങ്ങപ്പെട്ടവൻ നിന്റെ മുമ്പിൽ. അപ്പോൾ പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ, നിരന്തരമായ ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് ജഡത്തിൻ്റെയൊക്കെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് കുരിശിൻ്റെ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത് കുരിശിനെ ധ്യാനിക്കുക. മെഡിറ്റേറ്റ് ഓൺ ദ ക്രോസ്. കുരിശിനെ ധ്യാനിക്കുക. അവിടെയാണ് നമ്മളൊക്കെ കൈകളിലൊക്കെ കുരിശ് കൊണ്ട് നടക്കും, അല്ലെങ്കിൽ കഴുത്തിലൊക്കെ നമ്മൾ കുരിശ് അണിഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. ജപമാല അണിയുമ്പോൾ അതിൻ്റെ തുമ്പത്തൊരു കുരിശുണ്ട്, അല്ലേ? കുരിശില്ലാത്ത ജപമാല നമ്മൾ ഉപയോഗിക്കുകയല്ല സാധാരണ. അപ്പോൾ കുരിശ് നമുക്കൊരു സുരക്ഷിതത്വമാണ്, നമുക്ക് സംരക്ഷണമാണ്, നമ്മുടെ രക്ഷയാണ്, നമ്മുടെ പാപമോചനമാണ്. അതിനേക്കാൾ ഉപരി നമ്മളെ പുതുജീവിതത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ പുതുജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ശക്തി കൂടിയാണ് ഈ പറയുന്ന കുരിശ്. അതുകൊണ്ടാണ് ഫുൾട്ടൻ ജഷീൻ പറയുന്നൊരു വാക്യമുണ്ട്, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒന്നില്ലെങ്കിൽ ഒരു സഹനമുണ്ട്, അനേകരെ സഹിക്കുന്നുണ്ട്, പക്ഷേ അതിനകത്ത് ക്രിസ്തുവില്ല. അതല്ലെങ്കിൽ അനേകര് കുരിശിട്ട് നടക്കുന്നുണ്ട്. പറഞ്ഞില്ലേ, ക്രൈസ്റ്റ്ലെസ് ക്രോസ്, ക്രോസ്ലെസ് ക്രൈസ്റ്റ് എന്നാ പറയുന്നത്. കുരിശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തുവില്ലാത്ത കുരിശും. കുരിശ് നമ്മൾ സഹനമായിട്ടാണല്ലോ കാണുന്നത്. സഹനമുണ്ട്, പിന്നിൽ എന്തോരം സഹിക്കുന്നുണ്ട്. എന്നാൽ കുരിശ് ആ സഹനത്തിനൊന്നും അർത്ഥം നൽകാൻ പറ്റുന്നില്ല. സഹനത്തിന് അർത്ഥം വരുന്നപ്പോഴാ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോഴാണ്. ഏത് സഹനത്തിനും, ഞാനും നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങൾക്കും അർത്ഥം നൽകിയത് കർത്താവിൻ്റെ കുരിശുമരണമാണ്, അവൻ്റെ സഹനമാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി സഹിക്കുന്നുണ്ട്, ആ സഹനത്തിനൊന്നും അർത്ഥം കിട്ടാത്തതിന് കാരണം എന്താ? കുരിശിനോട് ചേർത്ത് സഹിക്കാതിരിക്കുമ്പോഴാണ്. ഇനി അനേകർ കുരിശ് ധരിക്കുന്നുണ്ട്, പക്ഷേ അതിനകത്ത് ക്രിസ്തുവില്ല. നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ വില്ലന്മാരൊക്കെ കുരിശ് ധരിച്ചായിരിക്കും കൂടുതൽ നടക്കുന്നത്, അല്ലേ? വില്ലന്മാരുടെ റോളൊക്കെ വരുമ്പോൾ ഒരു വലിയ കുരിശൊക്കെ കഴുത്തിലിട്ട് ആയിരിക്കും പലരും നടക്കുന്നത്. ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടായിട്ടാണോ അവന്മാർ? അപ്പോൾ ക്രിസ്തുവായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷേ കുരിശ് ധരിക്കുക എന്ന് പറയുന്ന പോലെ ക്രൈസ്റ്റ്ലെസ് ക്രോസ്. അനേകരിന്ന് കുരിശ് ധരിക്കുന്നുണ്ട്, പക്ഷേ ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ല. യഥാർത്ഥ ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവാണെന്നാണ് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് ഈ കുരിശിൻ്റെ പുകഴ്ച തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി കാൽവരിയിൽ ഉയർത്തപ്പെട്ടത് നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ നൽകിയതാണ്. അതുകൊണ്ടുള്ള യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നതാണല്ലോ, ഈ സ്നേഹമാണ് പിതാവിൻ്റെ സ്നേഹം. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള പിതാവിൻ്റെ സ്നേഹം തൻ്റെ പുത്രനെ കാൽവരിയോളം, കുരിശിൽ അവസാനത്തുള്ളി രക്തം ചിന്തപ്പെടുവോളം, സ്വജീവൻ നൽകുവോളം അവൻ നമ്മെ സ്നേഹിച്ചു. മറ്റു വാക്കി പറഞ്ഞാൽ കുരിശ് അപ്പൻ്റെ സ്നേഹമാണ്, നമ്മോടുള്ള പിതാവിൻ്റെ സ്നേഹമാണ്, ആഴമായ സ്നേഹമാണ് കുരിശ്. അതുകൊണ്ട് കുരിശിനെ ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ സ്നേഹം തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നാം സ്നേഹിക്കപ്പെട്ടവരാണെന്നും നമ്മൾ വിലമതിക്കപ്പെട്ടവരാണെന്നും നമ്മൾ സ്വന്തമാക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. കുരിശിൽ യേശു ഉയർത്തപ്പെട്ടപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ കാൽവരിയിൽ ഉയർത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞത്, മോനെ നീ സ്നേഹിക്കപ്പെട്ടവനാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, നീ വിലപ്പെട്ടവനാണ്, വിലപ്പെട്ടവളാണ് എന്നുള്ള ഏറ്റവും ശക്തമായ സന്ദേശമാണ് കുരിശിലൂടെ, തൻ്റെ പുത്രൻ്റെ ബലിയിലൂടെ പിതാവായ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് സ്നേഹത്തിലേറ്റ എല്ലാ മുറിവുകൾക്ക് സൗഖ്യം കിട്ടാൻ കുരിശിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ മതി. അങ്ങനെ മുറിവേറ്റ മനസ്സുമായി കഴിയുന്ന എല്ലാ ജീവിതങ്ങൾക്കും കർത്താവിൻ്റെ കുരിശിൽ സൗഖ്യം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വിശുദ്ധ കുർബാനയിൽ ഈ സ്നേഹമാണ് സ്വർഗം നമുക്കായി വെളിപ്പെടുത്തി തരുന്നത്. ഈ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിച്ച് ഈ സ്നേഹത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.